കേരള കോൺഗ്രസ് ജോസഫിന്റെ വിമത ഭീഷണിയിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത അമർഷം. തിരുവനന്തപുരം നഗരസഭയിലാണ് 25-ൽ പരം വാർഡുകളിൽ ജോസഫ് ഗ്രൂപ്പ് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുന്നണി മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഈ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ജില്ലാ UDF നേതൃത്വം. എത്രയും വേഗം ജോസഫ് വിഭാഗവുമായി ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അവർ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് തിരുവനന്തപുരത്ത് വിമതരെ നിർത്തുന്നുവെന്നത് കോൺഗ്രസിനെയോ മുന്നണിയോ കാര്യമായി ബാധിക്കില്ല. പാർട്ടിയുടെ തട്ടകമെന്ന് കരുതപ്പെടുന്ന ഇടുക്കിയിലും കോട്ടയത്തും പോലും ഇപ്പോൾ അത്ര ശക്തിയില്ലാത്ത പ്രസ്ഥാനമാണ് ജോസഫ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ അവരെ അവഗണിക്കാമെങ്കിലും മുന്നണിയുടെ കെട്ടുറപ്പ് സംബന്ധിച്ച് അനാവശ്യ ചർച്ചകൾക്ക് ഈ നീക്കം വഴിവെക്കുമെന്നാണ് UDF നേതൃത്വത്തിന്റെ അനുമാനം. തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നില മെച്ചപ്പെടുത്തണമെന്ന കണക്കുകൂട്ടലുമായാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കോൺഗ്രസ് ഇറങ്ങിയത്. സീറ്റ് വിഭജനം നടത്തിയപ്പോൾ തങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച പൂന്തുറ വാർഡ് നൽകിയില്ല എന്നതാണ് ജോസഫ് ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചത്. പൂന്തുറയിൽ ജോസഫ് ഗ്രൂപ്പിന് കാര്യമായ കരുത്തൊന്നുമില്ല. മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമൊക്കെ ഇവിടെ അത്യാവശ്യം ശക്തി ഉണ്ടെന്നിരിക്കെ ഇനി ഈ സീറ്റ് ജോസഫിന് നൽകി നശിപ്പിക്കരുതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ആ വാർഡ് ജോസഫിന് നൽകിയത്. ഇക്കുറി വാർഡ് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ UDFന് കിട്ടിയിട്ടുമുണ്ട്. ജീവൻ മരണ പോരാട്ടം നടത്തുന്ന വേളയിൽ ഓരോ സീറ്റുകളും നിർണായകമായി മാറുമ്പോൾ ഇങ്ങനെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്താനാവില്ല എന്നാണ് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ നിലപാട്. എന്തായാലും ഇത് കോൺഗ്രസും ജോസഫ് വിഭാഗം തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കിയിട്ടുണ്ട്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം തിരുവനന്തപുരത്തിന് വേണ്ടിയല്ല, കോട്ടയം, ഇടുക്കി ജില്ലകൾ ലക്ഷ്യം വെച്ചാണെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ശക്തി ക്ഷയിച്ചു വരുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത മേഖലകളായ ഈ ജില്ലകളിൽ തഴയപ്പെടുമോ എന്ന ആശങ്കയാണ് കടുത്ത നടപടിക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് ആ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് വിജയിക്കാനായെങ്കിലും ജോസഫ് വിഭാഗത്തിന്റെ ശക്തിയിൽ കോൺഗ്രസിനും UDFനും സംശയമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം PJ ജോസഫിന് പഴയപോലെ പാർട്ടിയെ മുന്നിൽ നിന്നും നയിക്കാനാകുന്നില്ല. മോൻസ് ജോസഫിന്റെ കൈകളിലാണ് പാർട്ടി. അതിൽ ആ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നതും. ഇതും ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇപ്പോൾ തന്നെ പരിഹാരം കാണാനുള്ള വിലപേശലിന്റെ ഭാഗമാണ് തലസ്ഥാനത്തെ നീക്കമെന്നാണ് UDF വിലയിരുത്തുന്നത്. ദിവസങ്ങളായി കേരള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ പിന്നാലെ നടക്കുകയാണെന്നും ഉഭയകക്ഷി ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. പൂന്തുറയെ ചൊല്ലി ചർച്ചയില്ല എന്ന നിലപാടിലുള്ള കോൺഗ്രസ് മറ്റൊരു വാർഡ് നൽകാമെന്ന നിലപാടിലാണ്.